सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। ॐ ब्रह्मानन्दं परमसुखदं केवलं ज्ञानमूर्तिं द्वन्द्वातीतं गगनसदृशं तत्त्वमस्यादिलक्ष्यम् एकं नित्यं विमलमचलं सर्वधी साक्षिभूतं भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि। ॐ सदाशिवसमारम्भं शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करम्। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। ॐ सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। कोमलं कूजयन् वेणुं श्यामलोऽयं कुमारकः वेदवेद्यं परं ब्रह्म भासतां पुरतो मम। यं प्रव्रजन्तमनुपेतमपेतकृत्यं द्वैपायनो विरहकातर आजुहाव पुत्रेति तन्मयतया तरवोऽभिनेतु तं सर्वभूतहृदयं मुनिम् आनतोऽस्मि। यस्मिन् सर्वं यतः सर्वं यस्सर्वं सर्वदृक्तथा सर्वभावपदातीतं बोधानन्दं स्मराम्यहम्। ब्रह्मानन्दरसानुभूतिकलितैः पूतैः सुशीतैः सितैः युष्मद्वाक्खलशोज्झितैः श्रुतिसुखैः वाक्यामृतैः सेचय सन्दप्तं भवतापदावदहनज्वालाभिरेनं प्रभो धन्यास्ते भवति क्षणक्षणगते पात्रीकृता स्वीकृता। हरि ओം. ശ്രീമദ്ഭാഗവത ഗ്രന്ഥത്തിന് നൽകപ്പെട്ടിട്ടുള്ള അനവധി വിശേഷണങ്ങളിൽ സമുചിതമായ ഒരു വിശേഷണമാണ് ഇത്. വേദ കൽപ്പ വൃക്ഷ പഴമാണ് എന്നുള്ളത്. പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം, ശ്രീമദ് ഭാഗവത ഉപാസകരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ശ്രദ്ധ പഠനത്തിലും ഉപാസനയിലും അനുധ്യാനത്തിലും മനനത്തിലുമൊക്കെ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് ഉദ്ദേശിച്ചാവണം ഈ ഒരു പ്രയോഗം ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ സൂചിതമായിട്ടുള്ളത്. ഈ
വസ്തുത പല പ്രകാരത്തിൽ സാധൂകരിക്കാവുന്നതാണ്. ഇവിടെ അനുവദിക്കപ്പെട്ട സമയത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഈ പ്രസ്താവനയുടെ സാധൂകരണം അതിനുവേണ്ടി ഒട്ടൊന്ന് ഉദ്യമിക്കുകയാണ്. ഈ ഒരു ഉദ്യമത്തെ കൂടുതൽ അന്വേഷണത്തിനുള്ള ഒരു പ്രചോദനമായി സ്വീകരിക്കണം എന്നാണ് ഈ വിഷയത്തിൽ താൽപ്പര്യമുള്ള പഠിതാക്കളുടെ മുന്നിൽ സമർപ്പിക്കാനുള്ള അഭ്യർത്ഥന. പരിണതപ്രജ്ഞന്മാരായവരെ സംബന്ധിച്ചിടത്തോളം പുതിയ പാഠങ്ങൾ പഠിക്കാനല്ല, മറിച്ച് ശുകബ്രഹ്മർഷിയെ പോലെ ഈ ഒരു വിഷയം വളരെ രസകരമാണ്, അതുകൊണ്ട് വീണ്ടും വീണ്ടും കേട്ട് ആരമിക്കുക എന്നുള്ളതായിരിക്കും അത്തരം മഹാത്മാക്കളെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു ലക്ഷ്യം. പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അന്വേഷിക്കാൻ പ്രചോദനമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭാഗവതം രചിക്കാനിടയായ സന്ദർഭം വളരെ പ്രസക്തമാണ്. വേദം ശബ്ദബ്രഹ്മം എന്ന് പ്രസിദ്ധമാണ്. സൃഷ്ടിയോട് ഒപ്പം തന്നെ സംഭവിച്ച അപൗരുഷേയ അനുഗ്രഹമാണ് വേദം. അപൗരുഷേയം എന്ന പ്രയോഗം ആവർത്തിച്ച് അനുസ്മരിക്കേണ്ടതുണ്ട്. വേദം സകല ധർമ്മമൂലമാണ്. ധർമ്മം എന്ന് പറയുന്നത് പ്രാണിനാം അഭ്യുദയ നിശ്രേയസ ഹേതുഹു. സകല പ്രാണിജാലങ്ങൾക്കും അഭ്യുദയത്തിനും വേണ്ടുന്ന എല്ലാ ഭൗതിക തലത്തിലുള്ള അഭിവൃദ്ധിക്കും നിശ്രേയസത്തിനും ആത്യന്തികമായ മോക്ഷത്തിനും സഹായകമായ എല്ലാ മാർഗനിർദ്ദേശങ്ങളും ധർമ്മമാകുന്നു. ധർമ്മശബ്ദത്തിന് ലക്ഷ്യാർത്ഥത്തിൽ അത് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആധാരമാണ് എന്ന അർത്ഥവുമുണ്ട്. ധാര്യത്തെ ഇതി ധർമ്മം. ഈ ആധാരസത്തയെ സാക്ഷാത്കരിക്കാൻ എന്ത് വഴി എന്ന് ചോദിച്ചാൽ ധർമ്മത്തിൻ്റെ വഴി എന്ന് തന്നെയാണ് ഉത്തരം. ഈ ധർമ്മപ്രകാരങ്ങളെ ലക്ഷ്യത്തെ സംബന്ധിച്ച് വ്യക്തമായ സൂചനകൾ നൽകിക്കൊണ്ടും ഏത് മാർഗം അവലംബിക്കണമെന്നുള്ള ചോദ്യത്തിന് സമുചിതമായ ഉത്തരം നൽകിക്കൊണ്ടും വേദം പ്രകാശിതമായിരിക്കുന്നു. അപൗരുഷേയം എന്ന പദത്തിനർത്ഥം ഇത് പുരുഷ സൃഷ്ടിയല്ല, പുരുഷനാൽ സൃഷ്ടിക്കപ്പെട്ടതല്ല. അങ്ങനെ സൂചിപ്പിക്കുന്നത് കൊണ്ട് വേദത്തിന് യാതൊരു തരത്തിലുള്ള ന്യൂനതകളും വൈകല്യങ്ങളും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കണം. സൃഷ്ടിയോടൊപ്പം തന്നെ അനാദിയായ വേദം അനാവൃതമാക്കപ്പെട്ടിരിക്കുന്നു, ആവിഷ്കൃതമാവുന്നു. എങ്ങനെ ജീവിക്കണം എന്ന ചോദ്യത്തിന് വേദാനുസാരിയായി ജീവിക്കണമെന്നാണ് ശ്രേയസ് ലക്ഷ്യമാക്കി ഉദ്യമിക്കുന്നവരോടുള്ള ഉത്തരം. വേദം താല്പര്യങ്ങളുള്ളവർക്ക് എതിരല്ല. ഒട്ടനവധി കാമങ്ങൾ നിവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എതിരല്ല. പക്ഷെ താല്പര്യ നിർവഹണത്തിന് എന്ത് കർമ്മം ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ വേദം പറയുന്നു, വേദനിർദ്ദിഷ്ട കർമ്മങ്ങൾ ചെയ്യൂ. വേദവിഹിത കർമ്മങ്ങളൊക്കെ ധർമാനുസാരിയായിരിക്കും. അനുസരിച്ച് പോകെ പോകെ മനുഷ്യന് അവശ്യം വേണ്ടുന്ന ലക്ഷ്യസാക്ഷാത്കാരത്തിൻ്റെ പാതയിൽ വേണ്ടുന്ന
ശുദ്ധിയും ഏകാഗ്രതയുമൊക്കെ വേദവിഹിത കർമ്മം നൽകി അനുഗ്രഹിക്കും. ശ്രുതി മാതാവിൻ്റെ താല്പര്യം ഒരമ്മയ്ക്ക് സ്വന്തം കുട്ടികളെ എല്ലാ പ്രകാരത്തിലും സഹായിക്കണം, അവരെ ഉദ്ധരിക്കണമെന്ന് തോന്നും പോലെ സജീവമാണ് വേദമാതാവിൻ്റെയും താല്പര്യം. എന്തിനാണ് സൃഷ്ടി എന്ന ചോദ്യം എക്കാലത്തും ഉന്നയിക്കപ്പെടാറുണ്ട്. ആചാര്യന്മാർക്ക് അതിന് ഉത്തരം പറയാൻ പരിമിതിയുണ്ട്. കാരണം സൃഷ്ടിയെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ, സൃഷ്ടിയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ്, ആ ബോധ്യമാകട്ടെ അറിവില്ലായ്മയുടെ ഒരു പരിതോവസ്ഥയിൽ നിന്നാണ്, മിഥ്യാധാരണകളുടെ പരിസരത്തിൽ നിന്നാണ്. അതുകൊണ്ട് ചോദ്യകർത്താവിന് ഉത്തരം. എന്തിനു സൃഷ്ടി എന്ന് ചോദിച്ചാൽ, ഒട്ടനവധി ജീവിവർഗങ്ങളില്ലേ, അവയുടെ കർമ്മവാസനകളൊക്കെ ചുരുളഴിഞ്ഞ് തീർക്കുന്നതിന് അവർക്കൊരവസരമൊരുക്കുകയാണ് സൃഷ്ടി. ഭോഗ അപവർഗാർത്ഥം, വാസനകളെ ചുരുളഴിച്ച് അനുഭവിക്കട്ടെ, അതുപോലെ തന്നെ അപവർഗത്തെ നേടാനും അവസരം ഒരുക്കി കൊടുക്കാം. ഈ കാരുണ്യം കൊണ്ടാണ് സൃഷ്ടി നിർവഹിക്കപ്പെട്ടത്. ഇങ്ങനെ നിർവഹിക്കപ്പെട്ട സൃഷ്ടിയിലെ അംശഭൂതന്മാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അപവർഗം ലക്ഷ്യമാക്കി പുരോഗമിക്കേണ്ടത് എങ്ങനെ? ഭോഗം തന്നെയും വലിയ അലോസരങ്ങളില്ലാതെ നിർവഹിക്കാനുള്ള വഴി എന്തെന്ന് ചോദിച്ചാൽ, ഒപ്പം വേദം നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. പക്ഷേ വേദത്തിൻ്റെ ധർമ്മത്തിൻ്റെ വഴി അനുസരിക്കാൻ പ്രയാസമുണ്ട് എന്ന് പിന്നീട് നിരീക്ഷിക്കപ്പെട്ടു. ഭാഗവത രചനയുടെ പശ്ചാത്തലത്തിലും അത് വർണ്ണിച്ചിട്ടുണ്ട്. വേദസാരം ഗ്രഹിക്കണമെങ്കിൽ വേദാംഗങ്ങളൊക്കെ അധ്യയനം ചെയ്തിരിക്കണം. അതൊക്കെ താരതമ്യേന ക്ലിഷ്ടമായി വന്നപ്പോൾ വേദത്തിൽ പ്രതിപാദിതമായ കാര്യങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ, വേദത്തിൽ പ്രതിപാദിതമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? കർമ്മഭക്തി ജ്ഞാനഭേദാത് വേദാഹ കാണ്ഡത്രയാത്മകാഹ തേഭ്യ ശ്രേഷ്ഠതരാചേയം സുഖമോക്ഷപ്രദായിനി. കർമ്മത്തിൻ്റെയും ഭക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും വഴികളിലൂടെ വേദം നമ്മളെ നയിക്കും. അതുകൊണ്ട് കാണ്ഡത്രയം, 3 കാണ്ഡങ്ങളുണ്ട് മുഖ്യമായിട്ട്. ഇതിൽ ശ്രേഷ്ഠതരമായിരിക്കുന്നത് സുഖമോക്ഷപ്രദായകമായ ജ്ഞാനമാർഗമാണ്. ഈ ജ്ഞാനമാർഗത്തെ അനുസരിക്കാൻ കർമ്മമാർഗം കൊണ്ടും ഭക്തിമാർഗം കൊണ്ടും നേടേണ്ട ശുദ്ധിയും ഏകാഗ്രതയും ഒക്കെ സ്വന്തമാക്കാൻ സാമാന്യജനത്തിന് പ്രയാസം വന്നു എന്ന് കണ്ടപ്പോൾ, നമോസ്തുതേ വ്യാസ വിശാലബുദ്ധേ, വിശാലബുദ്ധിയാണ് ഭഗവാൻ വേദവ്യാസർ. സഹസ്രാബ്ദങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാ വൈകാരികവും വൈചാരികവുമായ മാനുഷികാവസ്ഥകളെയും മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാൻ വേദവ്യാസർ വേദങ്ങളെ വ്യസിക്കുക, അവയുടെ പ്രചരണത്തിന് വേണ്ടി സംവിധാനം ഏർപ്പാടാക്കുക, ഈ കാര്യങ്ങളൊക്കെ നിർവഹിച്ച ശേഷം മഹാഭാരതം വിരചിച്ചു. അതിൽ ധർമ്മപ്രതിപാദനം ഭംഗിയായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ആചാര്യസ്വാമികളുടെ ദൃഷ്ടിയിൽ ഭഗവാൻ വേദവ്യാസർ ചെയ്ത ഔപനിഷദിക ആരാധനയാണ് ബ്രഹ്മസൂത്ര രചന. ഭഗവാൻ വേദവ്യാസർ ബ്രഹ്മസൂത്രങ്ങളെ കൊണ്ട് ഒരു സുന്ദരമാല്യം ഉപനിഷത്തുകൾക്ക് ചാർത്തിക്കൊടുത്തു എന്നാണ് ആചാര്യസ്വാമികൾ നിരീക്ഷിച്ചിട്ടുള്ളത്. ബ്രഹ്മസൂത്രങ്ങൾ എഴുതി.
17 പുരാണങ്ങളെയും രചിച്ചു. നമ്മുടെയൊക്കെ ഭാഗ്യം കൊണ്ട് വേദവ്യാസർക്ക് ഇതിനാലൊന്നിനാലും തൃപ്തി വന്നില്ല. ഇതാണ് ഭാഗവത രചനയിലേക്ക് നയിച്ച വസ്തുത ഭാഗവതത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഭഗവാൻ വേദവ്യാസർക്ക് മനക്ലിഷ്ടം, മാനസിക പ്രയാസം, ഖേദം തോന്നാമോ? വേദത്തിന് സാമാന്യ ജനങ്ങൾക്ക് സ്വീകാര്യമാവും വിധം ഒരു അവതാരമെടുക്കാനുള്ള വെമ്പലുണ്ടായിണ്ടാവണം. ഇപ്പൊ വേദസംബന്ധിയായ അവതാര താല്പര്യമാണ്, ഉത്സാഹമാണ് ഭഗവാൻ വേദവ്യാസരിലെ ഖേദമായി പ്രകാശിതമായത് എന്ന് നമുക്ക് വിചാരിക്കാം. ശ്രീമദ് രംഗനാഥാനന്ദ സ്വാമിജിയുടെ പ്രസിദ്ധമായ ഒരു പ്രസ്താവനയുണ്ട്. പ്രതിസന്ധികൾ സൃഷ്ടിയുടെ അഗ്രദൂതനാണ്. സ്വാമിജി ഇത് പറയുന്നത് അർജുനന് നേരിട്ട വൈകാരികമായ ഒരു പ്രതിസന്ധിയെ സംബന്ധിച്ചാണ്. ശ്രീമദ് ഭഗവത്ഗീതോപദേശത്തിന് ആ പ്രതിസന്ധി നിദാനമായി, കാരണമായി. ഇതുപോലെ ഭഗവാൻ വേദവ്യാസർ വിഷാദമഗ്നനായി ഇരിക്കുമ്പോൾ അതേതായാലും തന്നെ ചൊല്ലിയല്ല, ഭൂതകാരുണ്യം വേദവ്യാസരിലൂടെ ഉണരുന്നു. സൂചിപ്പിച്ചതുപോലെ വേദ അവതാര ആവേശമായിരിക്കണം ഭഗവാൻ വേദവ്യാസരിലൂടെ പ്രകാശിതമായത്. വേദത്തിന് അവതരിക്കണമെന്ന് തോന്നിയിട്ടുണ്ടാവണം. ആ സമയത്ത് അവിടേക്ക് സദ്ഗുരു ദേവർഷി നാരദർ എത്തിച്ചേർന്നു. ശ്രീ നാരദരെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ശ്രോതാക്കളൊക്കെ അങ്ങനെ നിരീക്ഷിക്കുന്നുണ്ടാവും, പറയുണ്ടാവും എന്ന് തന്നെ സ്വാമി വിചാരിക്കട്ടെ. ആരുടെയെങ്കിലും ശ്രദ്ധയിൽ പെട്ടിട്ടില്ലെങ്കിൽ ആവർത്തിക്കാം. ശ്രീ നാരദരെ കുറിച്ച് പറയുമ്പോഴൊക്കെ സദ്ഗുരു എന്ന് അനുബന്ധമായി ഓർമ്മിക്കണം. ഇല്ലെങ്കിൽ വലിയൊരു അപകടമുണ്ട്. നാരദൻ കലഹപ്രിയനാണെന്നും അസൂയ നിറഞ്ഞവനാണെന്നും പരദൂഷണ വൃത്തിയിലേർപ്പെട്ടവനാണെന്നൊക്കെയുള്ള ദുർവ്യാഖ്യാനങ്ങൾ വ്യാപകമായി പ്രചരിതമായിട്ടുണ്ട്. ആ ഒരു ദൗർഭാഗ്യത്തെ തീർച്ചയായിട്ടും തിരുത്തണം. ഇല്ലെങ്കിൽ അത് വലിയൊരു ഗുരുനിന്ദയായി പോവും. വാൽമീകി രാമായണ രചയിതാവായ ശ്രീമദ് വാൽമീകി മാമുനിയെ രാമായണ കഥാസാരം പറഞ്ഞുകൊടുത്ത് രചനയ്ക്ക് സന്നദ്ധനാക്കിയ സദ്ഗുരുവാണ് ശ്രീനാരദർ. പിറക്കാനിരിക്കുന്ന അസുര സന്തതിയെ ശ്രീനാരായണ ഭക്തനാക്കി മാറ്റിയ ഒരാചാര്യൻ കുറച്ച് തമാശ കലർത്തി നടത്തിയ ഒരു നിരീക്ഷണമുണ്ട്. ആദ്യത്തെ സർജിക്കൽ സ്ട്രൈക്ക്, ശത്രുവിൻ്റെ പാളയത്തിലേക്ക് കയറി ചെന്ന് നടത്തുന്ന ഇടപാട്, അത് ശ്രീനാരദരാണ് നിർവഹിച്ചിട്ടുള്ളത്. ഹിരണ്യകശിപുവിൻ്റെ പിറക്കാനിരിക്കുന്ന സന്തതിയെ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിച്ച് സ്വാധീനിച്ചു സത്സംഗത്തിലൂടെ. കഥ നമുക്കറിയാലോ. ധ്രുവന് മാർഗദർശനം നൽകിയ പ്രാചീന ബർഹിസ്സുകളെ പ്രാചീന ബർഹിസിനെ കർമ്മകാണ്ഡത്തിൻ്റെ കലുഷിത പരിസരത്തിൽ നിന്ന് ജ്ഞാനസാന്ത്വനത്തിലേക്ക് ഉന്നയിച്ച മഹാഗുരു ശ്രീനാരദർ. ശ്രീനാരദരുടെ യോഗ്യത എന്താണ്? സാക്ഷാൽ ബ്രഹ്മാവിൽ നിന്ന് ശ്രീമദ് ഭാഗവതോപദേശം ശ്രവിക്കാൻ സാധിച്ച മഹാത്മാവൻ. ബ്രഹ്മാവാകട്ടെ ശ്രീനാരായണിൽ നിന്നും ചതുശ്ലോകി ഭാഗവത ഹൃദയത്തെ മനസ്സിലാക്കിയ സ്രഷ്ടാവാണ്. ഇപ്പൊ പരമ്പരയാ ശ്രീനാരദന് ഭാഗവതം അറിയാം. വിഷാദമഗ്നനായിരിക്കുന്ന
ഭഗവാൻ വേദവ്യാസരുടെ അരികിൽ സദ്ഗുരു ശ്രീ നാരദർ എത്തിച്ചേർന്നിട്ട് പറഞ്ഞു, വൈക്ലഭ്യത്തിൻ്റെ കാരണം അന്വേഷിച്ച സമയത്ത് അങ്ങയുടെ സനാതനധർമ്മ പ്രചാരണ യത്നങ്ങളെ എത്രമേൽ അഭിനന്ദിച്ചാലും അധികമാവില്ല. പക്ഷേ കാതലായ ഒരു കൃഷ്ണതത്വപ്രകാശനം അത് വേണ്ട വിധം നിർവഹിതമായിട്ടില്ല. ദക്ഷ പ്രജാപതിയുടെ കാര്യത്തിൽ നമുക്കറിയാം, വളരെ ശ്രേഷ്ഠമായ യാഗകർമ്മത്തെ ചെയ്തിരിക്കുന്നു. പക്ഷേ സജ്ജനാഭിനന്ദനത്തിന് ആ യാഗകർമ്മം ഒരിക്കലും പാത്രീഭൂതമാവില്ല. കാരണം അവിടെ ശിവനിന്ദ നിർവഹിക്കപ്പെട്ടു. അഹങ്കാരത്തിൻ്റെ ഔദ്ധത്യ ബുദ്ധിയുടെ പശ്ചാത്തലത്തിലാണ് യാഗം നിർവഹിക്കപ്പെട്ടത്. ഭഗവാനിൽ സമർപ്പിക്കാത്ത ഒരു യജ്ഞവും ഒരു യാഗവും ഒരനുഷ്ഠാനവും ആദരണീയമാവുന്നില്ല. ഏതൊരു പരമേശ്വരന് മുന്നിൽ സർവാത്മസമർപ്പണം ചെയ്യണമോ ആ പരമേശ്വരനിൽ സാമാന്യ ജനത്തിന് ശ്രദ്ധയുണ്ടാവണം. ആ പരമേശ്വരന്റെ മഹിമാവിശേഷങ്ങളെ, ലീലാവൈഭവങ്ങളെ വിസ്തരിക്കപ്പെടേണ്ടതുണ്ട്. അതിനുള്ള യത്നം വേണ്ടത്ര കേന്ദ്രീകൃതമായി ഫോക്കസ്ഡായി നിർവഹിക്കപ്പെട്ടിട്ടില്ല. ഈ ഒരു കുറവ് ശ്രീനാരദർ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അങ്ങനെയാണ് ഭഗവാൻ വേദവ്യാസർ ശ്രീമദ് ഭാഗവത രചനയ്ക്ക് നിശ്ചയിച്ചത്. സമാധിഭാവത്തിൽ ഭാഗവത സമഗ്രം ദർശിച്ചത്, സമാധിഭാഷയിൽ ശ്രീമദ് ഭാഗവതം വിരചിച്ചത്. വേദപാൽ കടൽ, അമൃത സ്വീകരണത്തിന് അനുബന്ധമായി നടന്ന ഒരു പാലാഴി മഥന കഥ നമുക്കറിയാം. ഇവിടെയും ഒരു മഥനം നിർവഹിതമായി. നവനീത സുധ, നവനീതാമൃതം ഉരുത്തിരിഞ്ഞു വന്നു. അത് പക്ഷേ വേദപാൽക്കടലാണ് ഭഗവാൻ വേദവ്യാസര് കടഞ്ഞത്. വേദപാൽക്കടൽ കടഞ്ഞെടുത്ത നവനീത സുധയാണ് ശ്രീമദ് ഭാഗവതം. കാരണം ഭാഗവതത്തിൽ അനവധി ആഖ്യാനങ്ങളുണ്ട്. ഈ ആഖ്യാനങ്ങളൊക്കെ വേദചിന്തകളിലേക്ക് നമ്മെ ഉന്നയിക്കാൻ, നയിക്കാൻ സമർത്ഥങ്ങളാണ്. വേദാന്ത സാരത്തിലേക്കും നമ്മെ എത്തിക്കും. അതുകൊണ്ട് നവനീതമാവുമ്പോൾ പാല് പോലെയല്ല, തൈര് പോലെയല്ല, മറിച്ച് അതിൻ്റെ സാരമാണ്, രുചിയേറുകയും ചെയ്യും. ഈ ഒരു മഹാദൗത്യം വേദത്തെ കൽപ്പവൃക്ഷത്തോട് ഉപമിക്കുമ്പോൾ വൃക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ആമൂലാഗ്രസാരമാണ്. വേര് മുതൽ അഗ്രം വരെ വ്യാപിച്ചിരിക്കുന്നതിൻ്റെ സാരമാണ് പഴങ്ങളിലൂടെ പ്രകാശിതമാവുക. ഇപ്പം വേദകൽപ്പവൃക്ഷത്തിൽ ആമൂലാഗ്രം വ്യാപിച്ചിരിക്കുന്നതിൻ്റെ സാരം മൂർത്തീകരിച്ചതാണ് ഭാഗവതമെന്ന ഫലം. മുമുക്ഷുക്കൾക്കും പരമഹംസന്മാർക്കും ഇത് ഒരുപോലെ സ്വീകാര്യം, ആസ്വാദ്യകരം. പരമഹംസന്മാരുടെ കാര്യം പറയുമ്പോൾ ഗോദോഹനമാത്രം ഹി ഗൃഹേഷു ഗൃഹമേധിനാം, ഗൃഹമേധികളുടെ ഗൃഹങ്ങളിൽ പാല് കറക്കുന്ന
അത്രയും സമയം മാത്രം നിൽക്കാറുള്ള ശുകബ്രഹ്മർഷി, അവർ പാല് കറന്ന് കൊണ്ടുത്തരുന്നുണ്ടെങ്കിൽ അത് ശേഖരിക്കുക, അത് ആഹരിക്കുക, കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ ഇറങ്ങി പോയി. ഇങ്ങനെ അവധൂത തുല്യം ഏറെ നേരമൊന്നും ഒരിടത്തും ചെലവഴിക്കാത്ത ശുകബ്രഹ്മർഷിയുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ ശ്രീമദ് ഭാഗവതത്തിന് കഴിഞ്ഞുവെങ്കിൽ, ബ്രഹ്മാനന്ദ രസാനുഭൂതിയിൽ ആമഗ്നനായ ശുകബ്രഹ്മർഷിയുടെ താല്പര്യത്തെ ആകർഷിക്കാൻ ശ്രീമദ് ഭാഗവതത്തിന് കഴിഞ്ഞു. അതുകൊണ്ട് പരമഹംസന്മാർക്കും ഇത് പഥ്യമാണ്. പരീക്ഷിത്ത് മഹാരാജാവിനെ പോലുള്ള മുമുക്ഷുക്കൾക്ക് പഥ്യമാണ്. ഈ പഥ്യം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രിയങ്കരമായത് എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മുടെ നാട്ടിൽ ചില ആഹാരങ്ങളൊന്നും കഴിക്കാൻ പാടില്ല എന്ന് വൈദ്യർ പറഞ്ഞിട്ടുണ്ട്. പഥ്യമാണത്രയും. അങ്ങനെ വിപരീതമായിട്ടാണ് പ്രയോഗിക്കുക. വാസ്തവത്തിൽ കഴിക്കാൻ പറ്റുന്ന ആഹാരത്തെക്കുറിച്ചാണ് പഥ്യം എന്ന് പറയേണ്ടത്. വൈദ്യർ പറയണത് എന്താ? ഇയാളുടെ ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥയിൽ ഈ ആഹാരമാണ് പഥ്യം, ഏറ്റവും സ്വീകാര്യം എന്നാണ്. ഉപേക്ഷിക്കപ്പെടേണ്ടതിനെ കുറിച്ചല്ല ശരിക്കും പഥ്യം എന്ന് പറയേണ്ടത്. പഥ്യാചരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉപകാരമായതിനെ ആചരിക്കുക. ഇതുപോലെ പരമഹംസന്മാർക്കും മുമുക്ഷുക്കൾക്കും ഒരുപോലെ ശ്രീമദ് ഭാഗവതം പഥ്യമാകുന്നു, പ്രിയങ്കരമാകുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് സുപ്രസിദ്ധമായ ആ ശ്ലോകം ശ്രദ്ധിക്കാം. നിഗമകൽപതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവ സംയുതം പിപത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നിഗമയതി, ധർമാർത്ഥാദികളെ നിഗമയതി, ബോധയതി. നിഗമ ശബ്ദത്തിന് അതാണ് അർത്ഥം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇവയൊക്കെ ബോധിപ്പിക്കുന്ന വേദങ്ങൾക്ക് നിഗമം എന്ന് പേര്. ഈ നിഗമത്തെ ഒരു കൽപ്പവൃക്ഷമായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ നിഗമകൽപതരോർഗളിതം ഫലം, അതിൽ നിന്ന് സജ്ജമായ പഴം, ശുകമുഖാദ അമൃതദ്രവ സംയുതം. ശുകമുഖം, ശുഖശബ്ദം തത്തയെയും അതേസമയം ബ്രഹ്മർഷിയെയും ധ്വനിപ്പിക്കുന്നു. തത്ത കൊത്തിയ പഴം, അതുകൊണ്ട് അതിൽ നിന്നിങ്ങനെ രസം ഒഴുകുന്നുണ്ട്. ഫലം എന്ന് പറയുമ്പോൾ രസനിഷ്യന്തിയായ ഫലം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വർജ്യമായതൊന്നുമില്ല, എല്ലാം സ്വീകാര്യം. ഇതുപോലെ ഭാഗവതത്തിൽ വർജ്യമായിട്ട് ഒന്നുമില്ല. വേദ പാൽക്കടൽ കടഞ്ഞെടുത്തതല്ലേ, അല്ലെങ്കിൽ വേദകൽപ്പവൃക്ഷത്തിൻ്റെ ഫലമല്ലേ, ഒന്നും ഉപേക്ഷണീയമായിട്ട് ഇല്ല. ഏറ്റവും നന്നായി പാകം വന്നതാണ്. അതുകൊണ്ട് ശുകബ്രഹ്മർഷിക്ക് സ്വീകാര്യമായി, തത്തയ്ക്ക് പഴുത്ത പഴത്തോടാവില്ലേ താല്പര്യം, ആ നിലയ്ക്കും സ്വീകാര്യമായി. അപ്പം ഇനി വേറെ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈ കാലത്ത് അങ്ങനെ ഒരു തമാശയുണ്ട്. ഏത് പഴമൊക്കെ ധൈര്യമായിട്ട് കഴിക്കാം. ഉറുമ്പൊക്കെ വന്നിരിക്കുന്ന, ഈച്ചയൊക്കെ വന്നിരിക്കുന്ന പഴം താരതമ്യേന കഴിക്കാൻ ധൈര്യപ്പെടാം എന്ന് ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് അവർ ചൂണ്ടിക്കാണിക്കും. എന്തേ, ബാക്കിയുള്ളവയൊക്കെ കഴിച്ചാൽ വളരെ കീടനാശിനികളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ടെസ്റ്റ് ഇതാണ്, ഉറുമ്പ് വരുന്നുണ്ടോ അല്ലെങ്കിൽ ഈച്ച വന്നിരിക്കുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ ധൈര്യമായിട്ട് കഴിക്കാമെന്നാണ് ഈ കാലത്തിൻ്റെ ഒരു ഇതുപോലെ തത്ത കൊത്തിയ പഴമാണോ എന്നാ പാകമുണ്ടാവും എന്നുള്ള നിലയ്ക്ക് സ്വീകരിക്കാവുന്നതാണ്. പിപത ഭാഗവതം, ഇതേതാകുന്നു ഈ പഴം? അത് ഭാഗവതമാകുന്നു. അതിൻ്റെ പ്രത്യേകത എന്താ? രസം ആലയം.
പിപത രസം ആലയം, സമ്പൂർണ്ണ തത്വവിലയനം സംഭവിക്കും വരെ എന്നും ചിന്തനീയമായ ഒരർത്ഥമുണ്ട്. ആലയം, എത്ര കാലം ശ്രവിക്കണം എന്ന ചോദ്യത്തിന് വേദാന്തീയമായ ഒരു ഉത്തരം അവഗതി പര്യന്തം ശ്രവണം കുര്യാത്ത് എന്നാണ്. സാക്ഷാത്കാരം വരും വരെ ശ്രവിച്ചുകൊണ്ടേയിരിക്കൂ, കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഇതുപോലെ പിപത ആലയം, രസത്തിൻ്റെ ആലയമാണ് എന്നും അന്വയിച്ച് ആസ്വദിക്കാം. ഏതാ രസം? രസോ വൈസഹ, ഔപനിഷദികമായ തത്വമാണ് രസം. നാം അനുഭവിക്കുന്ന ഒട്ടനവധി രസങ്ങളുടെയൊക്കെ ആലയമായിരിക്കുന്നത് വേദാന്ത സാരമാണ്. അതാണ് ഏറ്റവും രസത്തിൻ്റെ മുഴുവൻ ആലയമായിരിക്കുന്നത്. അത് ഇവിടെ ഭാഗവത രൂപേണ ലഭ്യമായിരിക്കുന്നു. ഹേ ഭുവി ഭാവുകാഹ രസികാഹ, രസപാനത്തിൽ ഉത്സുകരായിട്ടുള്ളവരെ, സമർത്ഥന്മാരായിട്ടുള്ളവരെ മറക്കാതെ മടിക്കാതെ കടന്നു വരിക, ആലയം പാനം ചെയ്യുക. ഇതാണ് ആഹ്വാനം. സർവശാസ്ത്ര ഫലരൂപം അങ്ങനെയുള്ള ഈ ശ്രീമദ് ഭാഗവതം ശൗനകാദികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് സൂതര് വിസ്തരിക്കും പോലെയാണല്ലോ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ശൗനകാദി ഋഷീശ്വരന്മാരെന്താ താല്പര്യപ്പെട്ടത്? അവരുടെ ചോദ്യങ്ങൾ പലതാണ്. പക്ഷെ അതിൻ്റെ ഒരു കേന്ദ്ര ആശയം എന്ന് പറയുന്നത്, ചോദ്യങ്ങളുടെ ഒരു കേന്ദ്രീകൃത ആശയം, അത സാധോ അത്ര യത് സാരം സമുദ്ധൃത്യ മനീഷയാ ബ്രൂഹിണ ശ്രദ്ധധാനാനാം യേനാത്മാ സംപ്രസീദതി. അഥ സാധോ അത്ര യത് സാരം സമുദ്ധൃത്യ മനീഷയാ ബ്രൂഹി നഃ. ഞങ്ങൾക്കായിക്കൊണ്ട് പറഞ്ഞു തരണം അങ്ങയുടെ മനീഷ ഉപയോഗിച്ച്. അങ്ങൊരു മഹാഭാഗ്യവാൻ, വേദവ്യാസരിൽ നിന്നൊക്കെ ശ്രവിക്കാൻ ഭാഗ്യം സിദ്ധിച്ച മഹാമനീഷിയാണ്. സാരവത്തായത് പറഞ്ഞു തരണം. ഹിരണ്യകശിപുവും ചോദിച്ചിട്ടുണ്ട് പ്രഹ്ലാദനോട്, പഠിച്ചതിൽ വെച്ച് ഏറ്റവും ഹൃദ്യമായത്. പക്ഷെ അത് കേൾക്കാൻ ഹിരണ്യകശിപുവിന് തൻ്റെ ഇടം ഉണ്ടായിരുന്നില്ല എന്ന് പറയുക, ശുദ്ധി ഉണ്ടായിരുന്നില്ല. ഇവിടെ ശൗനകാദി ഋഷീശ്വരന്മാർ ചോദിക്കുന്നു, സമുദ്ധൃത്യ മനീഷയാ ബ്രൂഹിണ ശ്രദ്ധധാനാനാം യേനാത്മാ സംപ്രസീദ്യതി. ശ്രദ്ധാലുക്കളായവരെ സംബന്ധിച്ചിടത്തോളം ആത്മസംതൃപ്തിക്ക്. ശ്രദ്ധാലുക്കളുടെ ഒരു വിശേഷം എന്താണ്? ശ്രദ്ധാലുക്കൾക്ക് മറ്റ് വൈയഷികമായ ഇന്ദ്രിയ ഭോഗ വിഷയങ്ങളിലൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, താല്പര്യം ഉണ്ടാവില്ല. ഈ ശ്രദ്ധയുടെ അനുഗ്രഹം വന്നതുകൊണ്ടേ. അപ്പൊ ഏന ആത്മാ സംപ്രസീദതി, അവരുടെ ആത്മാവ് ഏതിൽ പ്രസാദിക്കും, ഏത് കേട്ടാൽ അവർക്ക് സംതൃപ്തി ഉണ്ടാവും, അത് പറഞ്ഞു തരണേ എന്ന് പറയുമ്പോൾ സൂതർക്ക് ഒരാലോചന ഉണ്ടാവുമല്ലോ. ഇവർക്കിപ്പോൾ പറ്റിയതിപ്പോൾ എന്താ എന്നൊരാലോചന ഉണ്ടാവുമല്ലോ. അത് ഭാഗവതം തന്നെയാണെന്ന് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു. ഉപനിഷത്ത് പറഞ്ഞാൽ അതിന് പരിമിതി ഉണ്ടാവും. ഭാഗവതാവുമ്പോൾ തീർച്ചയായിട്ടും രസികന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു മടുപ്പും തോന്നില്ല. ആമൂലാഗ്രം രസനിഷ്യന്തിയാണ്. അതുകൊണ്ട് സൂതര് ഭാഗവതത്തെ തന്നെ ഉപദേശിക്കാൻ നിശ്ചയിച്ചു. ശുകബ്രഹ്മർഷിയെ സ്തുതിക്കുന്ന ഒരു ശ്ലോകവും പ്രസിദ്ധമാണ്. യസ്വാനുഭാവമഖില ശ്രുതിസാരമേകം. അവിടെ ഭാഗവതത്തെ വർണ്ണിച്ചിരിക്കുന്നത് ശ്രുതിസാരം ഏകം, വേദസാരത്തെ പ്രകാശിപ്പിച്ചിട്ടുള്ള ഏക ഗ്രന്ഥം, ഭംഗിയായി പ്രകാശിപ്പിച്ചിട്ടുള്ള അധ്യാത്മദീപം അതിതിതീർഷതാം തമോന്ധം. ഇത് ശ്രുതിസാരമാണ് ഭാഗവതം, അധ്യാത്മദീപമാണ്. ഏത്
ഇരുട്ടിനെ അകറ്റി പ്രകാശിക്കുന്ന ദീപം. അതിതിതീർഷതാം തമോന്ധം. സംസാര സങ്കീർണതകളെയൊക്കെ ആ ഒരു കൂരിരുട്ടിനെ, അജ്ഞാനത്തിൻ്റെ കൂരിരുട്ടിനെ ജയിക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, അതിക്രമിച്ച് ചരിക്കാൻ താല്പര്യപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് അധ്യാത്മദീപമാണ്. സംസാരിണം കരുണയാഹ പുരാണഗുഹ്യം. കരുണയോടെ സംസാരികൾക്ക് വേണ്ടി, ഇതിനെ തരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പുരാണഗുഹ്യമായിട്ടുള്ള ഭാഗവതത്തെ പ്രകാശിപ്പിച്ച ശുകബ്രഹ്മർഷിക്കായിക്കൊണ്ട് നമസ്കാരം. തം വ്യാസസൂനും ഉപയാമി ഗുരും മുനീനാം. മുനിജനത്തിന് മുഴുവൻ ഗുരുവാണ് ഈ ശുകബ്രഹ്മർഷി എന്ന് ശ്രുതിസാരം എന്ന് പ്രകടിപ്പിച്ചിട്ടുണ്ട്. രസപ്രവാഹ സംസ്ഥേന ശ്രീശുകേനേരിതാ കഥ കണ്ഠേ സംബന്ധ്യതേ യേന സവൈകുണ്ഠ പ്രഭുർഭവേത്. ഈ ഭാഗവതത്തെ ഹൃദിസ്ഥമാക്കാൻ ഉത്സാഹിക്കണം എന്ന് ആഹ്വാനം ചെയ്യപ്പെട്ടിരിക്കുന്നു ഇവിടെ. രസപ്രവാഹ സംസ്ഥേന ശ്രീശുകേന ഈരിതാ കഥ. ശുകബ്രഹ്മർഷിയാൽ പറയപ്പെട്ടിട്ടുള്ള ഈ കഥ രസപ്രവാഹമാണ്, രസത്തിൻ്റെ ഒഴുക്കാണ്, വേദസാര രസം. ആ കൃതിയെ ഹൃദിസ്ഥമാക്കിയവനെ സംബന്ധിച്ചിടത്തോളം കണ്ഠേ സംബന്ധ്യതേ യേന സ വൈകുണ്ഠ പ്രഭുർഭവേത്. അയാൾ തീർച്ചയായിട്ടും വൈകുണ്ഠത്തിൻ്റെ പ്രഭുവായി മാറും. എന്ന് പറഞ്ഞാൽ എല്ലാ ദുഃഖങ്ങളുടെയും പരിപൂർണ പരിസമാപ്തിയുടെ നിർവൃതി, സ്വാതന്ത്ര്യം, പരമാനന്ദം നുകരാൻ ഇടവരും. ശ്രീമദ്ഭാഗവതം പുരാണതിലകം യത് വൈഷ്ണവാനാം ധനം യസ്മിൻ പാരമഹംസ്യമേവ മമലം ജ്ഞാനം പരംഗീയത്തെ യത്ര ജ്ഞാനവിരാഗഭക്തി സഹിതം നൈഷ്കർമ്മ്യമാവിഷ്കൃതം തച്ഛൃണ്വൻ പ്രപഠൻ വിചാരണപരോ ഭക്തിയാ വിമുച്യേന്നരഃ. ഇങ്ങനെ ശ്രീമദ് ഭാഗവത പഠനത്തിൻ്റെ ഗുണത്തെ മറ്റൊരു തരത്തിലും വിചാരം ചെയ്തിരിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുരാണ തിലകം, പുരാണങ്ങളുടെ കൂട്ടത്തിൽ 18 പുരാണങ്ങളിൽ തിലകസ്ഥാനീയമായി പരിലസിക്കുന്ന ഭാഗവതം. യത് വൈഷ്ണവാനാം ധനം. ഇത് വൈഷ്ണവരുടെ ധനമാണ്. വൈഷ്ണവര് എന്ന് പറഞ്ഞാൽ ശൈവരല്ലാത്തവര് എന്ന് അർത്ഥമില്ല. ഭാഗവതത്തെ സംബന്ധിച്ചിടത്തോളം വൈഷ്ണവര് എന്ന് പറഞ്ഞാൽ വിഷ്ണു സംബന്ധിയായവര്. വിഷ്ണു പറഞ്ഞാൽ വ്യാപകത്വാത് വിഷ്ണു, സർവവ്യാപിയായിട്ടുള്ള തത്വത്തെ അന്വേഷിക്കുന്നവരും അനുധ്യാനം ചെയ്യുന്നവരും സാക്ഷാത്കരിച്ചിട്ടുള്ളവരുമൊക്കെയാണ് വൈഷ്ണവർ. അങ്ങനെയുള്ള വൈഷ്ണവരെ സംബന്ധിച്ചിടത്തോളം, ശ്രദ്ധാലുക്കളായ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ധനം, ഭാഗവത ധനം. ബാക്കി ധനങ്ങളൊക്കെ, ബാക്കി വിഭവങ്ങളൊക്കെ കർമ്മയോഗ പാതയിൽ കഴിയുന്നത്ര സമാഹരിക്കാം, ദാനം ചെയ്ത് സ്വസ്ഥരായിക്കൊള്ളണം എന്ന് പറയും. ഈ ധനമാണ് മുക്തി സാക്ഷാത്കാരത്തിനുള്ള ധനം. വൈഷ്ണവാനാം ധനം യസ്മിന് പാരമഹംസ്യമേവ മമലം ജ്ഞാനം പരം ഗീയത്തെ. ഇതിൽ പാടപ്പെട്ടിട്ടുള്ളത് എന്താണ്? ശ്രീമദ് ഭാഗവതത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ പറഞ്ഞിട്ടില്ല? ഒട്ടനവധി കഥകളുണ്ടല്ലോ. വിവിധ വിഷയങ്ങളാണോ പ്രതിപാദിക്കുന്നത്? അല്ല എന്ന് പറയുക. മറിച്ച് ഭാഗവത താൽപ്പര്യത്തെ വിചാരം ചെയ്യുമ്പോൾ ഉപക്രമം, ഉപസംഹാരം തുടങ്ങിയ ലക്ഷണങ്ങൾ വെച്ച് ഭാഗവതത്തെ വിചാരവിധേയമാക്കിയാൽ പരം ജ്ഞാനം ഗീയതേ. പരമമായ ജ്ഞാനം തന്നെയേ പാടിയിട്ടുള്ളൂ. അത് ഏത് കഥയെടുത്താലും ശരി. ചതുർമുഖനായ ബ്രഹ്മാവിൻ്റെ അന്വേഷണ കഥയായാലും, തുടർന്ന് വരുന്ന ദക്ഷയാഗമായാലും, കപില മാമുനിയുടെ അവതാര ഉപദേശ കഥകളായാലും, അതുപോലെ പുരഞ്ജന ഉപാഖ്യാനമായാലും, ഇങ്ങനെ ക്രമമായി പരിഗണിക്കുമ്പോൾ വാട്ട് ഈസ് ദി മെസ്സേജ്? ഓരോ ഉപാഖ്യാനത്തിലും അന്തർലീനമായ സന്ദേശം എന്താണ്? പരം ജ്ഞാനം ഗീയത്തെ. അത് പരമമായ ജ്ഞാനം. എന്താ ജ്ഞാനത്തിൻ്റെ സ്വഭാവം? ദ്വേ വിദ്യേ വേദിതവ്യേ
രണ്ട് വിദ്യകളാണ് ഇവിടെ അറിയപ്പെടേണ്ടതായിട്ടുള്ളത്. ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് ഉപനിഷത്ത് പറയുകയാണ്. ചോദ്യം അതിഗംഭീരം. എന്താ ചോദ്യം? കസ്മിന്നു ഭഗവോ വിജ്ഞാതേ സർവമിതം വിജ്ഞാതം ഭവതി. ഏതൊന്നറിഞ്ഞാൽ ഭഗവൻ എല്ലാം അറിയപ്പെട്ടതായിട്ട് തീരും. ഇങ്ങനൊരു ചോദ്യം നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. പക്ഷേ നാനാവിധ ചോദ്യങ്ങളായിട്ട് ആ ഒരു മുഖ്യ ചോദ്യം വിഘടിതമായി പോവുകയാണ്. ഇതാണ് നമ്മുടെ ഒരു പ്രശ്നം. പക്ഷെ ഇവിടെ ഒരു ഉപനിഷത്ത് ശിഷ്യൻ സകല ചോദ്യങ്ങളുടെയും സാരവത്തായ ചോദ്യത്തെ, മൂല ചോദ്യത്തെ ചോദിച്ചിരിക്കുന്നു. കസ്മിന്നു ഭഗവോ വിജ്ഞാതേ സർവമിതം വിജ്ഞാതം ഭവതി. ഭാഷ്യകാരൻ ശങ്കര ഭഗവത്പാദർ അങ്ങനെ ഒരു അന്വേഷണത്തിൻ്റെ സാധുത പരിഗണിക്കുന്നു. അതെങ്ങനെ സാധിക്കും എന്നാണെങ്കിൽ, സ്വർണത്തെ അറിഞ്ഞാൽ സകല ആഭരണങ്ങളെയും അറിയാൻ സാധിക്കും. ഇപ്രകാരമാണ് ഇത് ചോദിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഋഷി ഉത്തരം പറയുന്നു. ദ്വേ വിദ്യേ വേദിതവ്യേ, രണ്ട് വിദ്യകൾ അറിയപ്പെടേണ്ടതായിട്ടുണ്ട്. പരാച അപരാച. ഇതിൽ അപര എന്ന് പറയുന്നത് ഭൂതഭൗതിക പ്രപഞ്ചത്തെ സംബന്ധിക്കുന്ന സ്ഥൂല സൂക്ഷ്മ കാരണ ആവിഷ്കാരങ്ങളെ സംബന്ധിച്ചുള്ള പാഠങ്ങളൊക്കെയാണെങ്കിൽ, യയാ തദക്ഷരം അധിഗമ്യതേ, നാശരഹിതമായ പരമാത്മസത്യത്തെ ഏതൊരു വിദ്യ കൊണ്ട് അറിയാൻ സാധിക്കുമോ ആ വിദ്യ, അത് പരാവിദ്യ. ആ പരാജ്ഞാനമാണ് ഇവിടെ വർണ്ണിതമായിട്ടുള്ളത് ശ്രീമദ് ഭാഗവതത്തിൽ. പരം ജ്ഞാനം ഗീയത്തെ യത്ര ജ്ഞാന വിരാഗ ഭക്തി സഹിതം നൈഷ്കർമ്യമാവിഷ്കൃതം. ഭാഗവത പഠനം കൊണ്ട് നമുക്ക് ജ്ഞാനം ഉണ്ടാവും. ജ്ഞാനം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ കഥാജ്ഞാനം. ധ്രുവൻ എന്തു സംഭവിച്ചു? സ്യമന്തകമണി ആരെ അപഹരിച്ചത്? ഭഗവാൻ കൃഷ്ണൻ ആ ഒരു അപവാദത്തെ നീക്കാൻ എന്തു ചെയ്തു? എന്നിങ്ങനെ കഥാജ്ഞാനം ഉണ്ടാവും. പക്ഷേ പ്രത്യക്ഷത്തിലുണ്ടാകുന്ന ആ കഥാജ്ഞാനം നമ്മെ പരോക്ഷമായ ചില ബോധ്യങ്ങളിലേക്ക്, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചില ഇൻസൈറ്റുകളിലേക്ക് നയിക്കും. അത് അനായാസം സംഭവിക്കുമെന്നുള്ളതാണ് ഭാഗവതത്തിൻ്റെ പ്രത്യേകത. അത്ര ജ്ഞാനം, ഈ വസ്തുതാജ്ഞാനങ്ങൾ, കഥാബോധ്യങ്ങൾ, ഭക്തി, അതുകൊണ്ട് നമുക്ക് ഭഗവാനിൽ ഭക്തി ഉണരും, അനുരാഗം ഉണരും. സ്വാഭാവികമായിട്ടും ഭഗവാനിലേക്ക് ഭക്തി, അനുരാഗം ഒഴുകുമ്പോൾ ഈ അനുരാഗം നമ്മൾ എവിടെ നിന്നാ എടുത്ത് ഒഴുക്കുന്നത് എന്ന് ചോദിക്കുക. പല വിഷയങ്ങളിലും വ്യക്തി വിശേഷങ്ങളിലുമൊക്കെ സമർപ്പിച്ച അനുരാഗമാണ് അവിടെ പിൻവലിക്കപ്പെടുക. ഇപ്പൊ വിഷയങ്ങളോട് വൈരാഗ്യം, ഭഗവാനോട് അനുരാഗം, ഇത് ഭക്തിയുടെ സ്വഭാവമാണ്. അതുകൊണ്ട് ജ്ഞാനം, ഭക്തി, വൈരാഗ്യം, വിരാഗ ഭക്തി സഹിതം നൈഷ്കർമ്മ്യം. സ്വാഭാവികമായിട്ടും നമ്മൾ ലോകത്തിൽ നിന്ന് ഓടിപ്പോകുന്നില്ല, ലോകവ്യാപാരത്തിൽ തന്നെ വർത്തിക്കുന്നു. പക്ഷേ നാം നൈഷ്കർമ്മിയായിരിക്കും. എന്താ നൈഷ്കർമ്മ്യ ലക്ഷണം? ഭഗവത്ഗീതയിൽ വളരെ മിസ്റ്റിക് ഭാഷയിൽ, വളരെ വിസ്മയഭരിത ഭാഷയിൽ പറഞ്ഞിരിക്കുന്നു. കർമ്മണ്യ അകർമ്മയഃ പശ്യേത് അകർമ്മണി ച കർമ്മയഃ സബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കർമ്മകൃത്. അദ്ദേഹമാണ് യുക്തൻ, അദ്ദേഹമാണ് ശരിയായ നൈഷ്കർമ്മി. ഈ കർമ്മകൃതാണ് നൈഷ്കർമ്മി. നൈഷ്കർമ്മ്യം എന്ന് പറയുന്നത് കർമ്മമേഖല വിട്ട് ഓടിപ്പോവലല്ല എന്ന് പറയുക, മറിച്ച് കർമ്മരഹസ്യമറിഞ്ഞ് എവിടെയാണ് കർമ്മം നടക്കുന്നത്, ഗുണാഹ ഗുണേഷു വർത്തന്തെ, ഈ ത്രിഗുണങ്ങൾ, ഇന്ദ്രിയാദി ത്രിഗുണങ്ങൾ വിഷയങ്ങളാകുന്ന ത്രിഗുണങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നു. ആ തലത്തിലാണ് കർമ്മം നടക്കുന്നത്. ആത്മാവിൻ്റെ സ്ഥിതിയിൽ ഒരു കാലത്തും ഒരു പ്രകാരത്തിലും ഒരു കർമ്മവും നടക്കുന്നില്ല. ഈ ബോധ്യത്തെയാണ് നൈഷ്കർമ്മ്യം എന്ന് പറയുക. ഇതെങ്ങനെ പ്രായോഗികമാകും? ശ്രീമദ് ഭാഗവത പഠന അനുസന്ധാന
മനനധ്യാനം കൊണ്ട് കർമ്മരംഗത്ത് വർത്തിക്കുമ്പോഴും ഞാൻ കർത്താവാണ് എന്ന ചിന്താശല്യമാവട്ടെ, ഇതിൻ്റെ ഫലമൊക്കെ അനുഭവിച്ചാൽ എനിക്ക് സുഖമുണ്ടാകും എന്ന മിഥ്യാധാരണയാവട്ടെ നമ്മെ വേട്ടയാടുകയേയില്ല. ഇങ്ങനെ കർമ്മമധ്യത്തിൽ നേടുന്ന സ്വാതന്ത്ര്യം, അതിലേക്ക് ഭാഗവതം നമ്മെ നയിക്കുന്നു. നൈഷ്കർമ്മ്യമാവിഷ്കൃതം തത് ശൃണ്വൻ, വിവിധ ആഖ്യാനങ്ങളെ അവസാന ഭാഗത്തേക്ക് ചെല്ലുമ്പോഴേക്കും നിമിനവയോഗി സംവാദമുണ്ട്, ഉദ്ധവ ഉപദേശമുണ്ട്. ഒടുവിൽ ശുകബ്രഹ്മർഷി പരീക്ഷിത്ത് മഹാരാജാവിനോട്, ഹേ പരീക്ഷിത്ത് മഹാരാജാവേ, ഞാൻ ഇത്രമേൽ വിസ്തരിച്ച ഭാഗവത സാരം കേട്ടോളൂ എന്ന് സംഗ്രഹിച്ചു പറയുന്നുണ്ട്. എല്ലായിടത്തും പരം ജ്ഞാനം ഗീയത്തെ നൈഷ്കർമ്മ്യം ആവിഷ്കൃതം. യോഗ്യനായ ശിഷ്യൻ പരീക്ഷിത്ത് മഹാരാജാവ് സാരാംശം ഭംഗിയായി സ്വീകരിച്ചു പറയുന്നു, ഇനി എനിക്ക് തക്ഷകനിൽ നിന്നോ മൃത്യുവിൽ നിന്നോ ഭയമില്ല. ഞാൻ ആരാണെന്നുള്ള ഉത്തമ ബോധ്യം എനിക്ക് വന്നു പ്രഭോ. ഈ സാക്ഷാത്കാരത്തിലേക്ക് നയിക്കും. തത് ശൃണ്വൻ പ്രപഠൻ വിചാരണപരോ ഭക്ത്യാ വിമുച്യേ നരഹ. ഭാഗവത പഠിതാവിനോട് എങ്ങനെ ഈ ഒരു സ്വാതന്ത്ര്യം, ഈ ഒരു നിരന്തരാനന്ദം നുകരാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ഉത്തരം പറയും ഭക്തിയാ എന്ന്. ഭക്തിയാണ് ഇതിനുള്ള മാർഗം. കാരണം ഭക്തി ഒരേ സമയം വിഷയവൈരാഗ്യത്തെയും ഭഗവത് അനുരാഗത്തെയും ഉറപ്പിച്ചു തരുന്നു. ഭഗവത് അനുരാഗം പരമമായ ജ്ഞാനാർജനത്തിന് നമ്മെ യോഗ്യരാക്കുന്നു. വേദങ്ങൾ ഉദ്യമിക്കുന്നത് ഇതിന് തന്നെയാണ്. കർമ്മകാണ്ഡം കൊണ്ടായാലും ശരി, ഉപാസനാ കാണ്ഡം കൊണ്ടായാലും ശരി, ഔപനിഷദിക ജ്ഞാനത്തിന് മക്കളെ പോലെ വേദമാതാവ് എല്ലാവരെയും സഹായിക്കുകയാണ് ചെയ്യുന്നത്. അത് തന്നെ ശ്രീമദ് ഭാഗവതം ചെയ്യുന്നുണ്ട്. പക്ഷെ ഭാഗവതത്തിന് പ്രത്യേക അട്രാക്ഷൻ ഉണ്ട്, കഥകളിലൂടെയാണ്. അതുകൊണ്ട് അനായാസതയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് വേദകൽപ്പവൃക്ഷ പഴമാണ് എന്ന്. ഇനി ഉപക്രമം, എങ്ങനെയാണ് ഭാഗവതം ആരംഭിക്കുന്നത്? ഭാഗവതം ആരംഭിക്കുന്നത് ജന്മാദ്യസ്യ യതഃ. കണ്ണ് തുറന്ന് കാണുന്ന ലോകത്തെ ചൊല്ലി എവിടെ നിന്ന് ഇതൊക്കെ ഉദ്ഭവിച്ചു, നിലനിൽക്കുന്നു, വിലയിക്കും എന്ന് ഏത് തലത്തിൽപ്പെട്ടവരായാലും ശരി എപ്പോഴെങ്കിലുമൊക്കെ ആലോചിച്ചിട്ടുണ്ടാവും, അന്വേഷിച്ചിട്ടുണ്ടാവും. ഇതൊരു പാമരൻ്റെ ജിജ്ഞാസയാണ്. ശാസ്ത്ര അന്വേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദ്വാന്റെയും താല്പര്യം തന്നെ. ജന്മാദ്യസ്യേത എന്ന് ശ്രീമദ് ഭാഗവത് ആരംഭിച്ചിരിക്കുന്നു. പ്രത്യക്ഷ സംബന്ധം ബ്രഹ്മസൂത്രങ്ങളോടുണ്ട്. അഥാതോ ബ്രഹ്മജിജ്ഞാസ എന്നാരംഭിച്ച് അവിടെയും ജന്മാദ്യസ്യേത. ആചാര്യസ്വാമികൾ പറഞ്ഞതനുസരിച്ച് ബ്രഹ്മസൂത്രങ്ങൾക്ക് ഉപനിഷത്ത് സംബന്ധമുണ്ട്. യതോ വാ ഇമാനി ഭൂതാനി ജായന്തെ യേന ജാതാനി ജീവന്തി യത് പ്രയന്ത്യഭിസംവിശന്തി തദ്വിജിജ്ഞാസസ്വ തദ്ബ്രഹ്മേതി. ബ്രഹ്മം, ആ തത്വത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഉപനിഷത്ത് പറയുന്നു. എവിടെ നിന്നാണോ എല്ലാം ഉത്ഭവിച്ച് ഏതൊരാധാരത്തെ ആശ്രയിച്ചെല്ലാം നിലനിൽക്കുന്നുവോ ആത്യന്തികമായിട്ട് ഇതിലേക്കെല്ലാം വിലയിക്കുന്നുവോ. പ്രപഞ്ചത്തിൽ വേദ്യമായ, ബോധ്യമായ, അനുഭവത്തിന് വിധേയമായ ഒരു ഘടകവും പ്രപഞ്ച കാരണം ആവില്ല. പ്രപഞ്ച കാരണത്തെ അന്വേഷിക്കുന്നിടത്ത് പ്രപഞ്ച അതീതമായ ഒന്നിനെ പരിഗണിക്കണമെന്നുള്ളത് യുക്തിഭദ്രമായ വസ്തുതയാണ്. ഈ ഒരു അന്വേഷണം
കെമിസ്ട്രിയും ഫിസിക്സും ഒന്നും പഠിച്ചിട്ടില്ല, ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത, അങ്ങനെ വകതിരിച്ച് എന്തായാലും പഠിച്ചിട്ടില്ല ശ്രീനാരായണ ഗുരുദേവൻ. പക്ഷെ നാരായണ ഗുരുദേവൻ പാടിത്തരുന്നു, ഒന്നൊന്നായെണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിലസ്പന്ദമാക്കണം. ഒന്നൊന്നായി പ്രപഞ്ച കാരണത്തെ അന്വേഷിച്ചുള്ള ഒരു യാത്ര. എണ്ണലിന് പല വ്യാഖ്യാനങ്ങളും നൽകാറുണ്ട്. എന്താ അതിൻ്റെയൊക്കെ കാരണം, ഇതൊക്കെ എവിടെ നിന്നുണ്ടായി, എവിടെ നിലനിന്ന് എവിടേക്ക് വിലയിക്കണു എന്ന നിലയിലൊരു അന്വേഷണമായിട്ട് എണ്ണലിനെ എടുത്താൽ ഈ എണ്ണൽ എവിടെ ചെന്ന് അവസാനിക്കും? തൊട്ടെണ്ണുന്നതൊക്കെ പൊരുളില്ലാത്തതാണ്. രാമകൃഷ്ണ പരമഹംസരുടെ ഭാഷ ഉപയോഗിച്ച് പറഞ്ഞാൽ വട്ടപൂജ്യം. ഈ പൂജ്യങ്ങളെ സംപൂജ്യമാക്കുന്ന ഈ വൈവിധ്യമാർന്ന പ്രപഞ്ച പ്രതീതികൾക്കൊക്കെ സാർത്ഥകത നൽകുന്ന, പൂജ്യങ്ങൾക്ക് വില നൽകുന്ന ഒന്നേത്? അത് ദൃക്കാണ്. ആ ദൃക്ക് പ്രപഞ്ച അതീതമാണ്. നാശയുക്തമായ ജഡാത്മകമായ പരിമിതികൾ അഥവാ ദുഃഖമുള്ള പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം സത്സ്വരൂപം, ചിത്സ്വരൂപം, സുഖസ്വരൂപം, ആനന്ദസ്വരൂപമായിട്ടുള്ള ദൃക് അതായിരിക്കണം കാരണം. ഈ ഔപനിഷദിക വസ്തുതയാണ് തത ആത്മന ആകാശസംഭൂതഃ ആകാശാദ്വായുഃ വായോരഗ്നിഃ അഗ്നേരാപഃ എന്ന് ഉപനിഷത്തിൽ ഈ ആവിഷ്കാര പ്രക്രിയ വർണ്ണിച്ചിട്ടുണ്ട്. അടിസ്ഥാനപരമായി എന്തേ ഉള്ളൂ? സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ, ഉണ്മയായി, അറിവായി, അതിരറ്റതായി അഥവാ ആനന്ദമായി പരിലസിക്കുന്ന സത്യം. ആ സത്യം ബ്രഹ്മമാണ്. ആ ബ്രഹ്മം തന്നെയാണ് ആത്മാവ് എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് തൈത്തരീയ ഉപനിഷത്തിൽ തൊട്ടടുത്ത മന്ത്രം ആരംഭിക്കുന്നത് തത ആത്മന ആകാശാത് തത ആത്മന ആകാശസംഭൂത. ആ ആത്മാവിൽ നിന്ന്. ഏതാത്മാവിൽ നിന്ന്? ബ്രഹ്മത്തെക്കുറിച്ചല്ലേ പറഞ്ഞത്? ബ്രഹ്മം തന്നെയാണ് ആത്മാവ് എന്ന് പറയുക. അയം ആത്മാ ബ്രഹ്മ. ആത്മന ആകാശസംഭൂത. ആകാശാത് വായു, വായോരഗ്നി അഗ്നേരാപഃ അഭ്യഃ പൃഥിവി, പൃഥിവ്യ ഓഷധയ, ഓഷധേഭ്യോ അന്നം എന്നിങ്ങനെ ആവിഷ്കൃതമായി വന്നിരിക്കുന്നു. ഇതിനൊക്കെ കാരണമായത്, ഉറവിടമായത്, സോഴ്സായത് ശ്രീനാരായണ ഗുരുദേവൻ കെമിസ്ട്രി പഠിച്ചിട്ടില്ല, ഫിസിക്സ് പഠിച്ചിട്ടില്ല. എന്നിട്ടും എന്ന് പറയാൻ കാരണം പഠിച്ചവർക്ക് താരതമ്യേന എളുപ്പമാണ്. പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം സംഘാതങ്ങളിൽ നിന്ന് അവയുടെ തന്മാത്രകളിലേക്ക് പോകാനുള്ള വഴി അറിയാം. തന്മാത്രകളിൽ നിന്ന് ആറ്റത്തിലേക്കും, ആറ്റത്തിൽ നിന്ന് ഇങ്ങനെ പിറകോട്ട് പോകാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ശരിക്കും ശാസ്ത്രം സവിനയം അന്വേഷിക്കാൻ തയ്യാറായാൽ നിരീക്ഷ്യത്തിൽ നിന്ന് കാരണാന്വേഷണം നിരീക്ഷകനിലേക്ക് എത്തിച്ചേരും. കാരണം അനുഭവത്തിന് വിധേയമായതൊന്നും പ്രപഞ്ച കാരണമാവാൻ വയ്യ. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നേയുള്ളൂ. ആ ഒന്ന് ദൃക്സ്വരൂപമാണ്, ആത്മാവാണ്. ആ ഒന്നിനെ ജന്മാദ്യസ്യത എന്ന് അനുസ്മരിച്ചുകൊണ്ടാണ് ഭാഗവതം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും. പരമമായ ആ സത്യത്തെ ധ്യാനിക്കുക എന്നതാണ് ഭാഗവത പ്രമേയം എന്ന് ഉപക്രമോപസംഹാരത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. പല പ്രകാരത്തിൽ വർണ്ണിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും കഥകളിലൂടെ ധ്വനിപ്പിക്കുന്നതും മറ്റൊന്നുമല്ല. അതുകൊണ്ട് വേദ, കൽപ്പ, വൃക്ഷ, പഴമാണ് ഭാഗവതം. വദന്തി തത്വവിദഃ
തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദ്യത്തെ. തത്വവിത്തുക്കൾ ഇതിനെ അദ്വയതത്വം എന്ന് പറയുന്നു. രണ്ടൊന്നില്ലാത്തത്, രണ്ടൊന്നില്ലാത്ത അദ്വയതത്വം, അദ്വൈതം എന്ന് പറഞ്ഞത് നന്നായി. കാരണം രണ്ട് കാണുന്നതിൻ്റെ പരിസരത്തിലാണ് നമ്മൾ അന്വേഷിക്കുന്നതേ. ഇപ്പൊ രണ്ട് കാണുന്നതിൻ്റെ പരിസരത്തിൽ രണ്ടെന്നൊന്നില്ലെന്ന് നിഷേധിച്ച് ഒന്നിനെ ചൂണ്ടിക്കാണിക്കാനുള്ള നല്ല പ്രയോഗമാണ് അദ്വൈതം. ആ അദ്വൈത സത്യത്തെ തന്നെ ബ്രഹ്മേതി ബ്രഹ്മം എന്നും പരമാത്മേതി പരമാത്മാവെന്നും ഭഗവാനിതി ഭഗവാൻ എന്നും വർണ്ണിച്ചിരിക്കുന്നു, വ്യാഖ്യാനിക്കുന്നു. ഇപ്പൊ ഭാഗവതത്തിൽ ആ പരബ്രഹ്മ തത്വം സാക്ഷാൽ ആദിനാരായണനാണ്, ഭഗവാൻ കൃഷ്ണനാണ്. ഇങ്ങനെ അവതരിപ്പിച്ചു തരുന്നു. ഇപ്പൊ കൃഷ്ണാനുസന്ധാനം, ശ്രീനാരായണാനുസന്ധാനം, അത് ആത്മാനുസന്ധാനമാണ്, ബ്രഹ്മാനുസന്ധാനമാണ്. ഇതാണ് ഭാഗവതത്തിൻ്റെ ശൈലി. കാമസ്യ നേന്ദ്രിയ പ്രീതിർലാഭോ ജീവേത യാവതാ ജീവസ്യ തത്വജിജ്ഞാസ നാർത്ഥോ യശ്ചേഹ കർമ്മഭിഃ. അർത്ഥം, കാമം, ധർമ്മം എന്നീ പുരുഷാർത്ഥങ്ങളുണ്ട് എന്ന് കരുതി അതിൻ്റെ ശരിയായ മൂല്യവിവേചനം ചെയ്യാതെ താന്തോന്നിത്തരം കാണിച്ചു കളയരുത്. അർത്ഥം എന്നത് പുരുഷാർത്ഥമായി പരിഗണിക്കുമ്പോൾ എങ്ങനെയാണ് അനുഗമിക്കേണ്ടത്, കാമം എന്നത് പുരുഷാർത്ഥമാണെങ്കിൽ ആ കാമത്തെ എങ്ങനെ വിലയിരുത്തണം, വ്യാഖ്യാനിക്കണം, ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തണം, ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നിടത്ത് പറയുന്നു കാമസ്യ നേന്ദ്രിയ പ്രീതിഹി ലാഭോ ജീവേത യാവതാ. ഉള്ള കാലം അത്രയും ഇന്ദ്രിയപ്രീതി, വിഷയങ്ങളിലേക്കുള്ള ഇന്ദ്രിയങ്ങളുടെ സ്വാഭാവികമായ ആകർഷണത്തിന് വിധേയമായിട്ട് ഇങ്ങനെ ചരിക്കുക, ഇതാവരുത്. പിന്നെയോ ജീവസ്യ തത്വജിജ്ഞാസ, അടിസ്ഥാനപരമായി ഇന്ദ്രിയ ഉപാധികളിലൂടെ, അന്ധക്കരണ ഉപാധികളിലൂടെ ലോകവുമായി നിരന്തരം വ്യവഹരിക്കുന്നത്, വ്യാപരിക്കുന്നത് തത്വജിജ്ഞാസയെ അടിസ്ഥാനപ്പെടുത്തിയാവണം, മുൻനിർത്തിയാവണം, ലക്ഷ്യമിട്ടാവണം. ഇത് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഈ സമയത്ത് തത്വ ശബ്ദത്തിൻ്റെ ഒരു അർത്ഥം ആചാര്യസ്വാമികൾ പറഞ്ഞു തരുന്നതും അനുസ്മരിക്കാം. തദിതി സർവനാമ. തത് എന്ന് പറയുന്നത് പ്രോനൗണാണ്, സർവനാമ. സർവഞ്ച ബ്രഹ്മ, സർവം എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. അപ്പൊ തത്വം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബ്രഹ്മണഭാവം, ബ്രഹ്മത്തിൻ്റെ യാഥാത്മ്യത്തെയാണ് തത്വശബ്ദം കൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ തത്വത്തെ അന്വേഷിക്കാനായിരിക്കണം മനുഷ്യൻ നിരന്തരം ഉത്സുകനായിരിക്കേണ്ടത്. കാരണം പുരുഷൈവാവ സുകൃതം, സൃഷ്ടികളിൽ തത്വാന്വേഷണ സാമർഥ്യത്തോടുകൂടി സൃഷ്ടിക്കപ്പെട്ട ജന്തുവാണ് മനുഷ്യൻ. ബ്രഹ്മ അവലോകനധിഷണ എന്ന് ഭാഗവതത്തിൽ പുരുഷമാഹാത്മ്യം പ്രകീർത്തിക്കുന്നുണ്ട്. ഉപനിഷത്ത് പറയുന്നത് പുരുഷൈവാവ സുഹൃതം എന്നാണ്. സൃഷ്ടിയൊക്കെ നോക്കി കണ്ടിട്ട് സ്രഷ്ടാവിന് രക്ഷപിടിച്ചു മനുഷ്യ സൃഷ്ടി കണ്ടിട്ടേ. എന്താ കാര്യം? ഈ തത്വാന്വേഷണ സാമർഥ്യമുണ്ട്. പക്ഷേ കുറച്ചൊന്ന് പണിപ്പെടണം എന്ന് പറയുക. ഉപനിഷത്ത് പറയുന്നു സ്വാഭാവികമായി ഇന്ദ്രിയപ്രീതിയുടെ പിറകെ പോവും. എന്താ കാരണം? മാനുഫാക്ചറൽ ഡിഫക്റ്റാണ്, സൃഷ്ടിപരമായ ഒരു വൈകല്യമുണ്ട്. എന്താ വൈകല്യം? പരാഞ്ചിഖാനി വ്യതൃണത് സ്വയംഭൂ തസ്മാത് പരാങ് പശ്യതിനാന്തരാത്മൻ കശ്ചിദ്ധീര പ്രത്യഗാത്മാനമൈക്ഷത് ആവൃത്തചക്ഷു അമൃതത്വമിച്ഛൻ. ഖാനി ഇന്ദ്രിയാണി പരാങ്കച്ഛതീതി പരാഞ്ചി, പുറമേക്ക് പോകുന്നവയായിട്ടാണ് ഇന്ദ്രിയങ്ങളെ സ്രഷ്ടാവ് സൃഷ്ടിച്ച് ഹനിച്ചിരിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എക്സ്ക്യൂസ് ആയി പറഞ്ഞ് നടക്കരുത് എന്ന് പറയാം. വാട്ട് ടു ഡു? വി ആർ ഹെൽപ്ലെസ്. നോ,
ഹീ ക്രിയേറ്റഡ് ലൈക്ക് ദാറ്റ് ഓൺലി എന്നൊന്നും പറയരുത് എന്ന് പറയാം. പിന്നെയോ കശ്ചിദ്ധീര, വിഷയങ്ങളിൽ നിന്ന് ബുദ്ധിയെ പിൻവലിക്കാനുള്ള സാമർഥ്യം നമുക്കുണ്ട്. ഉപയോഗിക്കണവരോ ഉപയോഗിച്ചിട്ടയച്ചിട്ടാ. ഇത് പലപ്പോഴും മുത്തശ്ശിമാർക്ക് കിട്ടുന്ന 4Gയോ പല സംവിധാനങ്ങളിലൊക്കെയുള്ള ഫോണുകളെ അതിപ്പോൾ ആകെ വിളി വരുമ്പോൾ എടുക്കും, അത് കഴിഞ്ഞാൽ കട്ട് ചെയ്യും. ചിലപ്പോൾ കട്ടൊന്നും ആവുകയില്ല, വേറെ ഒന്നും ചെയ്യാൻ അറിയില്ല. പക്ഷെ എത്രയാ സൗകര്യങ്ങൾ! ഒരു ഫോണെന്ന് പറഞ്ഞാൽ ഇപ്പം എന്തൊക്കെ സൗകര്യങ്ങളാണ്. സൈലൻ്റാക്കി വെക്കാനും പറ്റില്ല. അതുകൊണ്ട് ഇതുപോലുള്ള സത്സംഗ സഭകളിലൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അതിങ്ങനെ ശബ്ദിച്ചോടും എന്താ പറയുക. ഇതുപോലെയാണ് ഇന്ദ്രിയങ്ങൾക്ക് സ്വാഭാവികമായി വിഷയങ്ങളിൽ രാഗദ്വേഷോ വ്യവസ്ഥിതോ ഒരിഷ്ടം ഉണ്ട്, ഒരു എടുത്തിയാട്ടമുണ്ട്. പക്ഷേ ധീരനായിരിക്കാൻ സാധിക്കും. ബുദ്ധിയില്ലേ ചോദിക്കുക, അതിൻ്റെ വിനിയോഗം കൊണ്ട് സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നർത്ഥം ഈ പിൻവലിയിൽ. കശ്ചിദ്ധീരഹ പ്രത്യേകാത്മാനമൈക്ഷത്. ഇപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തെ വിലയിരുത്തിയിട്ട് പറയണു, എനിക്കിപ്പോൾ അത്ര വലിയ ധീരതയൊന്നുമില്ല, ബുദ്ധിയൊക്കെ ഉണ്ട്, അതില്ല എന്ന് പറയണില്ല, ഞാൻ ഇത്രയൊക്കെ ജീവിച്ചു പോയില്ലേ. അത് ഭാഗവതം പറയണു, ദേ നിങ്ങൾ അതൊന്നും കേട്ട് ഉപനിഷത്തൊന്നും കേട്ട് പേടിക്കണ്ട, ഇവിടെ വന്നോളൂ, ഇവിടെ വന്നിരുന്ന് കഥ കേട്ടാൽ മതി, വൈരാഗ്യം തനിയെ വരും, ധീരത സ്വാഭാവികമായിട്ട് ഉണർന്നോളും. ശ്രദ്ധിച്ചൊരു കഥ കേട്ടാൽ നമുക്ക് ഒട്ടനെ മനസ്സിലാവും. കേട്ടില്ലേ, ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കാൻ പാടില്ലല്ലോ എന്നൊരു തോന്നൽ വരും. അറിയാതെയാണ് നമ്മൾ തത്വോന്മുഖരാവുക. ഇങ്ങനൊരു സിസ്റ്റം ഇവിടെ ഭംഗിയായി ഒരുക്കിയിരിക്കണമെന്ന് പറയും. ജീവസ്യ തത്വജിജ്ഞാസ അസാരേ സംസാരേ വിഷയവിഷസംഗാകുലധിയഃ ക്ഷണാർദ്ധം ക്ഷേമാർത്ഥം പിപത ശുഖകഥാതുലസുധാം കിമർത്ഥം വ്യർത്ഥം ഭോ വ്രചത കുപഥേ കുത്സിത കഥേ പരീക്ഷിത് സാക്ഷി യശ്രവണഗത മുക്തി കഥനേ. ഈ സംസാരത്തിൽ സാരമില്ല. അതുകൊണ്ടാണ് ഭഗവാൻ വേദവ്യാസർ അഥവാ ശുഖബ്രഹ്മർഷി പറയുന്നത്, മറക്കാതെ മടിക്കാതെ കടന്നു വരിക. എന്താ കാര്യം? അസാരേ സംസാരേ. ഈ സംസാരത്തിൽ എത്ര അലഞ്ഞാലും മാനവ സുഖമെന്ന മായാമൃഗത്തിനെ തേടുന്ന പാന്തൻ, ആ അവസ്ഥയാണ് നമ്മുടേത് എന്ന് പറയാം. കുറച്ചപ്പുറത്ത് വെള്ളമുണ്ട് എന്ന് തോന്നും. ഇതാണല്ലോ മരീചികയുടെ ഒരു പ്രത്യേകത, മായാമൃഗത്തിൻ്റെ പ്രത്യേകത അത് തന്നെയാണെന്ന് പറയാം. കുറച്ചപ്പുറത്തുണ്ടെന്ന് തോന്നും. ഇങ്ങനെ പോയി 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 ദാഹിച്ചു വലഞ്ഞ് ചത്തുപോകും. അസാരേ സംസാരേ പിബത ഭാഗവതം രസമാലയം എന്നാണ് ആഹ്വാനം. ഈ അസാരമായ സാരമില്ലാത്ത സംസാരത്തിൽ അലഞ്ഞ് ഊർജം കളഞ്ഞ് ചത്തുപോകാതിരിപ്പിൻ. ക്ഷണാർദ്ധം, ഒരു ക്ഷണമെങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് കടന്നു വരിക. എന്നിട്ടോ പിപത ശുഖകഥാതുല സുധാം, ശുഖബ്രഹ്മർഷി പറഞ്ഞു തന്ന കഥയില്ലേ ആ അമൃതം, അത് പാനം ചെയ്യൂ. കിമർത്ഥം വ്യർത്ഥം ഭോ വ്രജത കുപഥേ കുത്സിത കഥേ. ഈ സീരിയലുകളൊക്കെ കണ്ട് എന്തിനാ സമയം കളയുന്നത്? അതൊക്കെ കഥയാ. പക്ഷെ ആ കഥയൊക്കെ നമ്മെ ദുരന്തത്തിലേക്ക് നയിക്കുള്ളൂ എന്ന്. കാരണം ആ കഥകളൊക്കെ ദുരന്തത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലേ? അതിൽ പശ്ചാത്തല സംഗീതമൊക്കെ കേട്ടില്ലേ, ഇങ്ങനെ നമ്മെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തി സംശയത്തിൻ്റെയും ക്രൂരതയുടെയും വൈകാരിക ലോകങ്ങളിലേക്കൊക്കെ നയിച്ച് നരകം സമ്മാനിക്കുന്നത് പറയാം. എന്തിനാ? കുപഥേ കുത്സിത കഥേ, തെറ്റായ മാർഗങ്ങളിൽ തെറ്റായ കഥകളിലൊക്കെ രമിച്ച് സമയം കളയുന്നത്. പരീക്ഷിത് സാക്ഷി, 7 ദിവസമേ ഉള്ളൂ തനിക്ക് ജീവിതം എന്നറിഞ്ഞ് സമയത്തെ ശരിയായി വിനിയോഗിച്ച് സാക്ഷാത്കാരത്തെ നേടിയ പരീക്ഷിത്ത് ഈ വഴിയിൽ സാക്ഷിയാണ്. പിന്നെ എന്തിനാ വിഷമിക്കണേന്ന് ചോദിക്കുക. പരീക്ഷിത്ത് മഹാരാജാവ് പറയുന്നുണ്ട്, ഹേ ഭഗവൻ, അങ്ങയുടെ ഉപദേശം കൊണ്ട് അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം ഏവം സമീക്ഷനാത്മാനം ആത്മനി ആദായ നിഷ്കളേ ഭഗവാൻ തക്ഷകാദിഭ്യോ മൃത്യുഭ്യോ ന ബിഭേമ്യഹം. ശുഖബ്രഹ്മർഷി പറഞ്ഞു, ഞാൻ മനുഷ്യനാണ് എന്നുള്ള പശുബുദ്ധിയെ വെടിയൂ, ഈ ദേഹമാണ് എന്ന പശുബുദ്ധിയെ വെടിയൂ. എന്നിട്ടോ ബ്രഹ്മാഹം,
പരമം പദം, പരമമായ പദത്തെക്കുറിച്ച് ഞാൻ ബ്രഹ്മമാണ് എന്ന് അനുധ്യാനം ചെയ്യൂ, ആ ബ്രഹ്മതത്വത്തിൽ വ്യക്തിത്വത്തെ നിർത്തൂ എന്ന് നിർദ്ദേശിച്ച സമയത്ത് പരീക്ഷിത് മഹാരാജാവ് അത് മനസ്സിലാക്കിയിട്ട് പറയുന്നു, പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം അഭയം ദർശിതം ത്വയാ. അങ്ങയാൽ കാണിപ്പിക്കപ്പെട്ട ആ അഭയത്തെ ഞാൻ സാക്ഷാത്കരിച്ചിരിക്കുന്നു. നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപിയായ അന്തരാത്മാവ്, അത് തന്നെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ ഏത് തക്ഷകൻ, എവിടെ കടിക്കൽ, എന്ത് വിഷം, എന്ത് മരണം. ഈ ബോധ്യത്തിലേക്ക് ജ്ഞാനം കൊണ്ട് ഉയർന്നു. ഇങ്ങനെ ഒരു ബ്രഹ്മസാക്ഷാത്കാരത്തിൻ്റെ സന്ദേശമാണ് വേദം നൽകാൻ ഉദ്ദേശിക്കുന്നത്. വേദസാരം അതാണ് വേദാന്തസാരം. അത് തന്നെയാണ് ഭാഗവതത്തിലും പല പ്രകാരത്തിൽ വർണ്ണിച്ചിട്ടുള്ളത്. ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇവിടെ വേദപ്രതിപാദിതമായ ആശയങ്ങൾ തന്നെയാണ്, വിശേഷിച്ചും വേദാന്ത പ്രതിപാദിത ആശയമാണ് മൃത്യുഭയമുക്തിക്കായിക്കൊണ്ട് ശ്രീമദ് ഭാഗവതത്തിലും വർണ്ണിച്ചത് എന്ന വസ്തുതയെ ചില പ്രതിപാദനങ്ങളെ കൊണ്ട് സാധൂകരിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ ഇത് ഒരു തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ എന്ന് പറയാം. പല പ്രസ്താവങ്ങളെയും നമുക്ക് ഉപനിഷത്തുകളിലെ പ്രസ്താവങ്ങളോട് താരതമ്യം ചെയ്ത് ആസ്വദിക്കാൻ സാധിക്കും. ഓരോ കഥകളുടെയും പ്രകൃതത്തെ ഉപനിഷത് സാരവുമായിട്ട് ബന്ധപ്പെടുത്തി ആലോചിക്കാൻ സാധിക്കും. ഉദ്ധവോപദേശത്തിൽ ഭഗവാൻ 2 പക്ഷികളെ കുറിച്ച് പറയുന്നത് ഉപനിഷത്തിലുണ്ട്. സമാനമായ ആശയം തന്നെ പ്രകാശിപ്പിച്ചിട്ടുണ്ട്. ദ്വാസുപർണ സയുജ സഖായോ എന്നിങ്ങനെ. ഈശാവാസ്യമിതം സർവം എന്ന് പറഞ്ഞെടുത്ത് ഭാഗവതത്തിൽ വ്യക്തമായി ആത്മാവാസ്യമിതം എന്ന് പറഞ്ഞിരിക്കുന്നു. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഃ ക്ഷീയന്തേ ചാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ എന്നത് അവസാന വരിയിൽ മാത്രം മാറ്റം വരുത്തി ഭാഗവതത്തിലും ആവർത്തിച്ചിട്ടുണ്ട് എന്നർത്ഥം. ഇങ്ങനെ സംബന്ധങ്ങൾ നമുക്ക് അനവധി കാണാൻ കഴിയും. എന്തിനാപ്പം ഇതൊക്കെ ആലോചിക്കണേച്ചാ, വേദം പഠിക്കാൻ പറ്റിയില്ലല്ലോ ഭഗവാനെ, ഉപനിഷത്തുകൾ പഠിക്കാൻ പറ്റിയില്ലല്ലോ എന്ന വ്യാകുലത ഒഴിവാക്കാം. പിന്നെയോ അതൊക്കെ പഠിച്ച് ആയാസപ്പെടുന്നതിനേക്കാൾ അനായാസമായി കഥകൾ കേട്ട് രമിച്ച് രസിച്ച് വിഷയവൈരാഗ്യമാർജിക്കാനും ഭഗവത് അനുരാഗമാകുന്ന ഭക്തി വളർത്തിയെടുക്കാനും അറിയാതെ സർവവ്യാപിയായ ഭഗവാന്റെ വിസ്ഫൂർത്തിയിൽ വിലയിക്കാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് പിപത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഹ എന്ന ആഹ്വാനത്തെ ആവർത്തിച്ചുകൊണ്ട് ഈ ഭാഷണം ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ഭാഗവത സത്രം സമുചിതം സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ പിറകിൽ അധ്യക്ഷനായി അനുഗ്രഹം ചൊരിഞ്ഞ് മാർഗദർശനം നൽകി നമ്മെ പ്രേരിപ്പിക്കുന്ന ശ്രീമദ് സ്വാമിജിയുടെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണാമം അർപ്പിച്ചുകൊണ്ടും ശ്രദ്ധാലുക്കളായ നിങ്ങളുടെ എല്ലാവരിലെയും അന്തര്യാമിയായി പരിലസിക്കുന്ന ശ്രീനാരായണ പ്രഭുവിന് നമോഭാഗം അർപ്പിച്ചുകൊണ്ടും സംഘാടകരോട് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ടും ഭാഷണം ഉപസംഹരിക്കുന്നു.